ഗൈസ്, അപ്പോൾ ഈ വീഡിയോ അങ്ങനെ ഫുൾ ലെങ്ത് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല. നോർമലി നമ്മളൊരു TDS ഔട്ട്പുട്ട് കാണിക്കുന്ന അക്വാഗാർഡിൻ്റെ സ്ലിം ടെക് എന്നൊരു മോഡലാണ് വരുന്നത്. ലേറ്റസ്റ്റ് മോഡലാണ്. ഇപ്പം നമ്മൾ നോർമലി ഇറങ്ങിക്കുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതേപോലെ തന്നെ കിച്ചൺ എക്യുപ്മെൻസിൻ്റെയൊക്കെ ഒരു ഗ്ലാസ് ഇങ്ങനെ ടോപ്പിൽ വരുമല്ലോ. അപ്പോൾ അതേപോലെ ഒരു ടോപ്പിൽ വന്നിരിക്കുന്ന ഒരു ഏറ്റവും സ്ലിമ്മായ ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് TDS ഔട്ട്പുട്ട് എഴുതി കാണിക്കും. അപ്പോൾ ഇത് നേരത്തെ മെഷീൻസിലുണ്ട്, എന്നാലും ഇത്രയും ഫിനിഷിങ്ങും ക്ലിയറുമായിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നത് അക്വാഗാർഡിലാണ്. അപ്പോൾ ഫസ്റ്റ് നേരത്തെ നോർമലി ഉള്ള ചില മെഷീൻസിലൊക്കെ TDS ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റാണെന്നല്ല, ഇച്ചിരി ഫിനിഷിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നേക്കുന്ന മോഡലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ മെഷീന് കസ്റ്റമർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവീസിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ പെട്ടെന്ന് സർവീസ് ആകും എന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. പിന്നെ ഹാർഡ്നെസ് കുറച്ച് കൂടിയ സ്ഥലത്താണ് അവർ UV മെഷീൻ ആൾറെഡി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് ലുലു എന്നാണ് മേടിച്ചേക്കുന്നത്. കസ്റ്റമർ ലുലു എന്ന് മേടിച്ചുകൊണ്ടല്ല, അപ്പോൾ അവിടെ കോർപ്പറേഷൻ വാട്ടറിന് വേണ്ടി വിൽക്കുന്ന മെഷീൻ കസ്റ്റമർക്ക് ഹാർഡ് വാട്ടറിന് വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന സ്ഥലം നിങ്ങൾ നോക്കിയിട്ട്, അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധേഡ് അല്ലെങ്കിൽ നിങ്ങൾ ആ പർച്ചേസ് വാട്ടർ പ്യൂരിഫയറിൻ്റെ കാര്യത്തിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏതാണോ വാട്ടർ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനുള്ള ഒരു മെഷീൻ മേടിച്ച് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പുറത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ മെഷീൻ ഇനിയും പർച്ചേസ് ചെയ്യാത്തവരാണ്, അല്ലെങ്കിൽ ആൾറെഡി പർച്ചേസ് ചെയ്ത മെഷീൻ യൂസ് ചെയ്ത് കംപ്ലയിൻസും കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതേപോലൊരു പ്രീ ഫിൽറ്റർ. ആക്ച്വലി ഇതിലിങ്ങനെ ഒരു പ്രീ ഫിൽറ്റർ വരുന്നില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ പ്രീ ഫിൽറ്ററും കാര്യങ്ങളും വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോർമലി വേറെ കുറേ സർവീസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പം പ്രീ ഫിൽറ്റർ വെക്കുന്നത് നമ്മളൊരു സർവീസാണ്. അപ്പോൾ നമ്മൾ ഓൾ കേരള നമ്മൾ ഈ സാധനം ചെയ്തു തരും, പ്രീ ഫിൽറ്റർ വെക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന സംഭവം ഏത് മെഷീനാണെങ്കിൽ പോലും, ഇപ്പോൾ പഴയ മെഷീനിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് മെയിൻ്റെനൻസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പഴയ മെഷീൻ കാര്യങ്ങളിൽ അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരെണ്ണം വെക്കുന്നത് സർവീസിൻ്റെ ഒരു ടൈം കുറച്ച് നീട്ടാൻ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നോർമലി ഇതൊരു TDS ഔട്ട്പുട്ട് കാണിക്കുന്ന മെഷീനാണ്. നമ്മൾ TDSും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, എന്നാലും അത് കാണിക്കുന്നത് അത്ര ലൈവ് അല്ല. കാരണം ഇതിൽ ഇപ്പോൾ TDS വേരിയേഷൻ ആകുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ സ്റ്റിൽ ഒറ്റ കൗണ്ട് ഒരു ആവറേജ് വാല്യൂ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നിയ കാരണം വെച്ചാൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ ആണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പോഴപ്പോഴേ ചേഞ്ച് ആകുന്നില്ല. വൺസ് നമ്മൾ വെള്ളം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആ ഒരു TDS വാല്യൂ ഇങ്ങനെ സെയിം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഔട്ട്പുട്ടും വാട്ടറും വാട്ടറും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. TDS എന്തായാലും കുറയുന്നുണ്ട്. UV വിഷയിൽ അത്രയും കുറയാറില്ല, എന്നാൽ പോലും നമ്മളിതെല്ലാം കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് TDS നല്ല രീതിക്ക് കുറയുന്നുണ്ട്. അപ്പോൾ TDS അല്ല നമ്മുടെ ഇഷ്യൂ, നമ്മുടെ ഫിൽറ്ററിൻ്റെ ലൈഫാണ് വരുന്നത്. അപ്പോൾ ഫിൽറ്ററിൻ്റെ ലൈഫ് കുറയുന്നത് നമുക്ക് തടയാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ഫിൽറ്റർ വെച്ചാൽ നടക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ദയവേത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനാണ്. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീനിലല്ല, ഏത് മെഷീൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മളൊരു TDS ചെക്ക് ചെയ്ത് ജസ്റ്റ് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ TDS ഒക്കെ സെയിം ആണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.